പലപ്പോഴും കുട്ടികളിൽ നമ്മളൊരു അഡോളസെന്റ് ഏജ് ആവുന്നതിന് മുമ്പ് ഷുഗർ ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ കാണാറുണ്ട്. നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഒരു സ്നാക്കിംഗ് എന്നുള്ളൊരു പുതിയ സംസ്കാരം നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്നാക്കിംഗ് ഹാബിറ്റ് ഇതേപോലെ കൊണ്ടുപോയി വന്നു വരുമ്പോഴത്തേക്കും ആക്റ്റീവാണ്, ഫിസിക്കലി ആക്റ്റീവാണ്, വേറെ വലിയ ആഹാരത്തിലാണെങ്കിലും ഓൾമോസ്റ്റ് നോർമൽ ഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത്. പക്ഷേ ഈ സ്നാക്കിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ ബിഞ്ചിങ് ഹാബിറ്റ് എന്ന് പറയും, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കുറിക്കുക, കഴിക്കുക, ഇത്തരത്തിലുള്ള ശീലങ്ങളായിരിക്കും അവരെ ഡയബറ്റീസ് എന്നുള്ളൊരു ഇത്രയും വലിയൊരു ഗ്രേവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് ഡോർ സ്റ്റെപ്പിൽ എത്തിച്ചു നിർത്തുകയും ആ ഒരു കണ്ടീഷനിലേക്ക് പോവാൻ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ചില വ്യക്തികളിൽ സ്ട്രെസ് ആയിരിക്കും ഡയബറ്റീസിന് കാരണം. സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് ഉറക്കം പ്രോപ്പർ ആവാത്തതായിരിക്കും. അപ്പോൾ ഈ സ്ട്രെസ് കൺട്രോൾ ചെയ്യാതെ ബാക്കി എന്ത് ചെയ്താലും ഡയബറ്റീസ് കൺട്രോൾഡ് ആവണമെന്നില്ല. അവരവരിലെ ട്രിഗറിംഗ് ഫാക്ടർ അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് ഫാക്ടർ എന്താണോ, എന്തുകൊണ്ടാണോ ആ വ്യക്തിയിലെ ബ്ലഡ് ഷുഗർ ലെവൽസ് കുറയുന്നില്ല എന്നുള്ളത് അസസ് ചെയ്ത് കണ്ടെത്തി അത് കറക്റ്റ് ചെയ്താൽ മരുന്നുകളുടെ സഹായം കൂടാതെ തന്നെ ആ വ്യക്തിക്ക് ബ്ലഡ് ഷുഗർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും.